ഏട്ടനിപ്പോ അങ്ങനൊന്നും പോണ്ട. ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന ബുദ്ധി. ആരുടെ അവിടെ സ്റ്റേഷനകത്ത് മാഷ് എല്ലാവരും പഴയ പരാതിയൊക്കെ പിൻവലിക്കാൻ വന്നിരിക്കുക. കള്ളൻ തന്നെ വന്ന് സാധനങ്ങൾ തിരിച്ചു കൊടുത്തു അത്രേ. ഏട്ടാ, ഏട്ടനേക്കാൾ വലിയൊരു കള്ളൻ ഈ ലോകത്ത് എവിടെയുണ്ട്. അവൻ ആരായാലും ശരി, അവന്റെ കൂടെ ഒരു 5-6 മാസം താമസിക്കുന്നത് നല്ലതാ. ഏട്ടൻ ഇത്തിരി വിവരം വെക്കും. ഒരു ധാവണയും കെട്ടിപ്പിടിച്ച് എന്റെ കുട്ടികളെ കഴുത്തി കയറി പിടിച്ചില്ലേ, അവൾ അകത്തുണ്ട്. തുലാം 16 മുമ്പ് അവളെ ജീവനോടെ കൊണ്ടുവന്ന് ഈ കല്യാണം നടത്തിയാൽ ഇതുവരെ നടന്നതൊക്കെ തുമ്പശ്ശേരിക്കുറിപ്പ് മറക്കും. ഇല്ലേ, ഒന്നും മറക്കാതെ തുമ്പശ്ശേരി നടക്കും. ഇനി ഒരടി മുന്നോട്ട് വെച്ചാ അടിച്ച് പളർത്തിക്കളയും ഞാൻ. എന്താ എന്താ ഇവിടെ എന്താ മാഷ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എനിക്കൊരു പ്രശ്നമുണ്ട്. ഇത് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന ഇവൾക്ക് എന്നെ പരിചയമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോയാ മതി. സൂക്ഷിച്ച് സംസാരിക്കണം. ഇവളെന്റെ പെങ്ങളുടെ മോള. പേര് ചിന്നമ്മണി. അച്ഛനും അമ്മയും മരിച്ചുപോയ മോള്. ഇത്തിരി കൈക്കരുത്തും മനസ്സിലൊരു പിശാചുണ്ടെന്ന് വെച്ച് വല്ല ഉമ്മാക്കിയും എന്റെ പിള്ളേരുടെ നേരെ കാണിച്ച സ്കൂളിൽ പഠിപ്പിച്ച മാഷാണെന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. അച്ഛാ, എന്താ മാഷ ഇത്? ഇയാക്കെന്താ പ്രാന്തായോ? തനിക്കെന്താ പ്രാന്തായോ? എടോ ചിന്ന ചിന്ന കുറിപ്പ്, ഇത് മാഷയുടെ വീട്ടിലെ കുട്ടിയാ. മാഷയുടെ പെങ്ങള് സുഭാഷിന്റെ മോള്. അത് സുഹാസിനിയുടെയോ? ഇവളെ പ്രസവിക്കാൻ ഇയാൾക്ക് എവിടുന്ന ഒരു പെങ്ങളെ കിട്ടിയത്? ഇവന് ഒരു STD ആണെന്നാണ് തോന്നുന്നത്. മാഷ് പരാതി എഴുതിത്ത ഞാനിപ്പോ അവന്റെ കോഡ് കറക്കി അടിച്ച് മാറ്റിത്തരാം. വേണ്ട, ഇയാൾക്ക് ആള് മാറിപ്പോയതാ. ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. അച്ഛനും ചിന്നമണി വാ. അങ്ങനെ പോയാൽ എങ്ങനെ? പ്ലീസ് ഒരു പരാതി എഴുതി തരൂ. പേപ്പർ സ്റ്റേഷനിൽ എടുക്കട്ടെ. നിങ്ങളെല്ലാവരും പറ, ഞാൻ ഈ ചിന്നക്കുറിപ്പിനെതിരെ പരാതി കൊടുക്കണോ? വേണ്ടെന്ന് കണ്ടോ? ഈ ജനശക്തിയാണ് ഞങ്ങളുടെ ശക്തി. എല്ലാവരും വണ്ടി കയറിക്കോളൂ. മോനെ അത് അവള് തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അവളല്ലാതെ അവിടെ പറയാ. മാഷുടെ പെങ്ങളുടെ മോളാണത്ര ഇപ്പൊ അവള്. അയാൾക്ക് അങ്ങനെ ഒരു പെങ്ങളയില്ലെന്നാ തുമ്പശ്ശേരി പറഞ്ഞത്. പിന്നെ ഇവളെ പ്രസവിക്കാനായിട്ട് അയാൾക്ക് അവിടെ നിന്ന് പെങ്ങളെ കിട്ടിയത്? അവളും അങ്ങനെ പറഞ്ഞു. പറഞ്ഞല്ലേ ഈ പറയണേ? ഓടിപ്പോകുന്നതും തൂങ്ങി മരിക്കുന്നതൊക്കെ പിന്നെയും സഹിക്കാം. എന്നാൽ ഇത് അങ്ങനെയാണോ? സ്വന്തം നാട്ടിലെ വേറൊരു വീട്ടിൽ ഏതോ ഒരു പേരും പറഞ്ഞ അങ്ങനെ കഴിയാം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാതെ അവളാണെന്ന്. എന്നാൽ അവക്കോ നമ്മളാരാണെന്നിട്ട് അറിയൂല. നല്ല പേടിണ്ടാവും കുട്ടിക്ക്. അതങ്ങോട്ട് മാറി കിട്ടിയ അവള് വരി. എന്ത് പേടിയപ്പോ മാറി കിട്ടണ്ടേ? പൊന്നു പോലല്ലേ ഞാൻ അവളെ നോക്കിയേ. അച്ഛനോ അമ്മയോ അല്ലാത്ത വിഷമം ആ കുട്ടി ഇവിടെ അറിഞ്ഞിട്ടുണ്ടോ? അമ്മ നോക്കിക്കോ, ആൾമാറാട്ടം 1-2 ദിവസം നടത്താം. മരണം വരെ നടത്താൻ പറ്റുമോ? അവൾ ആരാണെന്ന് അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും. കുറെ നാട്ടുകാര് ചെണ്ട കൊട്ടിയതുകൊണ്ടോ ജയ് വിളിച്ചതുകൊണ്ടോ ചിന്നക്കുറിപ്പിന് ഒരു പതർച്ചയും വരില്ല. ശക്തി കൂടെയുള്ളൂ, ശക്തി കൂടെയുള്ളൂ. അവളാണെങ്കിൽ അവൾക്ക് നല്ല ബുദ്ധി തോന്നിപ്പിക്കണേ എന്റെ കൃഷ്ണ. കുടിച്ചത് വയറ്റിലേക്കല്ലേ മുതലാളി പോയത്? പിന്നെ എന്തിനാ തല തടവുന്നത്? എന്റെ തല അവിടെ കാണുന്നില്ലടാ. ആലോചിച്ച് തല തപ്പിക്കൊണ്ടിരിക്കുക. തുലാം 16 ഈ വീട്ടിൽ കയറേണ്ട രുക്മിണി എങ്ങനെയാടാ തുലാം 16 മുമ്പ് നാരായണ ഭാഷ വീട്ടിൽ പോയി കയറിയത്? ഈ ബംഗ്ലാവിനേക്കാൾ എത്രയോ തങ്കപ്പെട്ട സ്ഥലമല്ലേ മുതലാളി ആ മാഷയുടെ വീട്. അവൾ അവിടെ സുഖമായി കഴിഞ്ഞോട്ടെ.
ചന്ദ്രപ്പൻ പെണ്ണ് കെട്ടിയില്ലെന്ന് വെച്ച് ഈ ലോകത്തൊന്നും സംഭവിക്കാൻ പോണില്ല. ഹാ, പെങ്ങള് പറ്റൂന്നല്ലേ ആ കഴിവേറി മാഷ് പറഞ്ഞത്? അവളെ പറ, മാഷക്ക് എവിടെ നടഒരു പെങ്ങളെ കിട്ടിയത്? അതിപ്പോ പറയാൻ പെണ്ണ് തന്നെ വേണമെന്നില്ല മുതലാളി. അവനവന്റെ മനസ്സുകൊണ്ടും പറ. ആഹാ, പിന്നെന്താടോ എനിക്കങ്ങനെ ഒരെണ്ണത്തിനെ പറയാൻ കഴിയാത്തത്? അതിന് പെറാൻ പറ്റിയ നല്ലൊരു മനസ്സ് വേണം. മുതലാളിക്ക് അങ്ങനെ ഒരു സാധനം എന്റെ അറിവിലില്ല. പിന്നെ എങ്ങനെയാ പെറുന്നത്? കയറിച്ചെന്ന് വലിച്ചുവാരി മുറ്റത്തിട്ട് തൂക്കിയെടുത്തോണ്ട് വരാൻ തുമ്പശ്ശേരിക്ക് 5 സെക്കൻഡ് മതി. കാണണോ നിനക്ക്? കാണാനൊന്നുമില്ല. മുതലാളി ഇപ്പൊ അങ്ങോട്ട് ചെന്നാ അവരെല്ലാം കൂടെ മുതലാളിയെ വലിച്ചു വരെ അകത്തേക്കിടും. കൊച്ചമ്മയ്ക്ക് എവിടെയോ കാര്യമായി തീ പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വച്ചോണ്ടിരിക്കാതെ വേഗം ഊതിക്കെടുത്തുന്നതാ ബുദ്ധി. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ദിവസം അങ്ങോട്ട് കത്തും. എടോ കാര്യസ്ഥക്കുറിപ്പേ, താൻ എന്തെന്നാണ് അങ്ങേരെയും കെട്ടിപ്പിടിച്ച് പരദൂഷണം പറയുന്നത്? അടിയനൊന്നും പറഞ്ഞില്ലേ? മണിയടി കേട്ടപ്പം മനസ്സിൽ തോന്നിയ ഭഗവതി സ്തോത്രം ചൊല്ലിയതാണേ. വത്സല കൊച്ചമ്മ നെന്തിരുവടി അടിയനോട് മാപ്പാക്കണം. താൻ പോയി അർദ്ധരാത്രിത്തെ പൂജയ്ക്ക് എനിക്ക് കുറച്ച് ഫലമൂലാദികൾ ശേഖരിച്ചു കൊണ്ടുവരൂ. ഫലമൂലോ? അതെന്ത മൂലം? ഫലമൂലം. ഫലമൂലാദികൾ എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് ആവശ്യമുള്ള പഴവർഗ്ഗങ്ങൾ. ആപ്പിൾ, മുന്തിരി, സപ്പോട്ട, പൈനാപ്പിൾ, സ്ട്രോബെറി, പപ്പായ തുടങ്ങിയ പഴങ്ങൾ. വേഗം പോയി അവയെല്ലാം പറിച്ചുകൊണ്ടുവരൂ. പറിച്ചോണ്ട് വരാൻ ഈ വീടെന്താടി നിന്റെ ആശ്രമോ? ശൈവഭൂതങ്ങൾ രാത്രി ഫ്രൂട്ട് ജ്യൂസാ കുടിക്കുന്നേ? ഈ രാത്രി നേരത്ത് ഒരു ഭൂതം വിചാരിച്ചാലും ആപ്പിളും മുന്തിരിയും കിട്ടാൻ പോണില്ല. പിന്നെ മാർക്കറ്റിലെ അയ്യപ്പൻ നായരുടെ കട പൂട്ടിയില്ലെങ്കിൽ 1 കിലോ തക്കാളി വാങ്ങിക്കാം. തക്കാളി ഒരു പഴമല്ലേ? പിന്നെ രാത്രി പൂജയ്ക്ക് ഭൂതങ്ങൾക്ക് സാമ്പാർ തന്നെ ആയിക്കോട്ടെ. ആ സാമ്പാർ നിങ്ങൾ കൂടി, ഭൂതങ്ങൾക്ക് അത് വേണ്ട. ഓം നമഃ ശിവായ. അയ്യോ, ആരാ? ആ, ആളനക്കം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചിന്നക്കുറിപ്പ് സ്ത്രീവേഷം കിട്ടി വരികയെന്ന്. പേടിക്കണ്ട, എന്നെ പോലുള്ള നല്ല മനുഷ്യന്മാര് ഒരു നല്ല കാര്യം ചെയ്താ ജീവൻ പണയം വെച്ച് നാട്ടുകാർ കാവലുണ്ടാവും. അതാണ് ദിനകരൻ. രാധയുടെ ഏട്ടൻ ഇത്ര നല്ല മനുഷ്യനാന്ന് ഞാൻ വിചാരിച്ചില്ല. ആരുടെ ഏട്ടെന്നാ വിളിച്ചത്? രാധയുടെ ഏട്ടൻ. അപ്പോ ഇത്രയൊക്കെ നല്ല കാര്യം ചെയ്തിട്ടും എന്നെ രാധയുടെ ഏട്ടനായിട്ടാ കാണുന്നത്? മതി, സന്തോഷായി. സ്ത്രീവേഷായാലും പുരുഷവേഷായാലും മനുഷ്യന്മാരുടെ കാര്യമൊക്കെ ഇത്രേ ഉള്ളൂ. കാര്യം കാണുന്നവരെ കണ്ണീരും കഴുത്തിലൊരു കയറും. കാര്യം കണ്ടു കഴിഞ്ഞാ പിന്നെ രാധയുടെ ഏട്ടൻ അല്ലെ മാഷ്ടെ മോൻ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. വിട്ടോളൂ വിട്ടോളൂ വിട്ടോളൂ. ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, കേട്ടൂടെ? വിട്ടോളൂ, എല്ലാം വിട്ടോളൂ. രാധയുടെ ഏട്ടൻ, രാധയുടെ ഏട്ടൻ. സാരമില്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെ ദൈവം ചിന്തിക്കണമെന്നില്ലോ. പിന്നെ ഒരു നിവൃത്തിയുള്ളൂ. ദൈവം കാണിച്ചിരുന്ന വഴി ഏതാണാവോ ആ വഴിയിൽ അങ്ങോട്ട് പോവുക. കരയണ്ട, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നെ രാധയുടെ മാത്രം ഏട്ടനാക്കിയത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ചിന്നമണിക്ക് അറിയോ, ശരിക്കും പറഞ്ഞാ ഞാൻ രാധയുടെ മാത്രം ഏട്ടനല്ല. ഏട്ടെന്ന് മാത്രമല്ല, ഞാനൊരു മനുഷ്യനേ അല്ല. ഞാനൊരു ദേവനാ, ദിനകരദേവൻ. ദിനകരൻ എന്ന് പറഞ്ഞ സൂര്യൻ, സൂര്യൻ എന്ന് പറഞ്ഞ ചൂടൻ. ഞാനൊരു വലിയ ചൂടനാ. എന്റെ അച്ഛൻ എന്നെക്കാളും വലിയ ചൂടനാണ്. ദേവന്മാർക്ക് ചിറകുണ്ടാവുന്ന മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ, എനിക്കും ചിറകുണ്ടല്ലോ. ദാ തൊട്ട് നോക്ക്. അവിടെയല്ല, ഇവിടെ ചിറക് മുളയ്ക്കുന്ന സ്ഥലത്ത് തൊട്ട് നോക്ക്. ഇല്ലേ, ചിറകില്ലേ? ഉണ്ട്, വെൽവെറ്റ് പോലെ നല്ലൊരു ചിറകുണ്ട്. ശരിയാ, എന്റെ ചിറകും എന്റെ മനസ്സും മനസ്സിനകത്ത് സ്വപ്നങ്ങളും ഒക്കെ വെൽവെറ്റ് പോലെയാ. രുക്മിണി ഇതാദ്യം പറയണേ. രുക്മിണിയല്ല, ചിന്നമണി. ചിന്നമണി, എന്റെ മാത്രം ചിന്നമണി. എന്റെ ദൈവമേ,
അഴിക്ക് ഏ നിന്റെ ഷർട്ടൊന്നും അഴിക്ക്. ഈ ഷർട്ട് എന്തിനാ അഴിക്കുന്നേ? അച്ഛനത് പാകാവൂല. അഴിക്കടാ, നിന്റെ ചിറകും പൂടിയൊക്കെ ഞാനും ഒന്ന് കാണട്ടെ. അപ്പൊ എല്ലാം കേട്ടു അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ കൊള്ളാം. മനസ്സിലൊരു കിളിക്കൂടും കെട്ടി അവളെ പിടിച്ച് അതിന്റെ കൊമ്പത്തൊന്നും ഇരുത്തണ്ട. അവളെ നിന്റെ ഒരു പെങ്ങളെ പോലെ മാത്രം കണ്ടാ മതി. ഇപ്പൊ തന്നെ ആവശ്യത്തിന് ഒരു പെങ്ങൾ എനിക്കുണ്ട്. ഒന്നിൽ കൂടുതൽ പെങ്ങന്മാരെ സഹിക്കാനുള്ള മാനസികാവസ്ഥ തൽക്കാലം എനിക്കില്ല. അതെന്താ ഇല്ലാത്ത? ഇല്ല, അത്ര തന്നെ. അവളെ പിന്നെ തിരിച്ചു കൊടുക്കാതെ നമ്മളോട് വെച്ചോണ്ടിരിക്കാൻ പോവാ. തിരിച്ചു കൊടുക്കാൻ ചിന്നക്കുറിപ്പിന്റെ അവിടെ നിന്ന് അവളെ പലിശക്കെടുത്തൊന്നുമല്ലോ. അവളെ തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആരെങ്കിലും എടുക്കാമെന്നാ കൊല്ലി ഞാൻ. അച്ഛൻ പറഞ്ഞതുപോലെ മനസ്സിനകത്തൊരു കിളിക്കൂടി ഞാൻ വച്ചുപോയി. ഇനി ആ കിളിക്കൂട് കാത്തുരക്ഷിക്കേണ്ട ചുമതല ഞാൻ അച്ഛന് തന്നിരിക്കുന്നു. എനിക്ക് അച്ഛൻ അത്ര വിശ്വാസമാ. അത് ഞാൻ ഏറ്റു. അച്ഛാ, അച്ഛൻ എന്താ വീണ്ടും തപ്പണേ? നിന്റെ ചിറക് ഞാനും ഒന്ന് കാണട്ടെ. എന്റെ സമ്മതം കിട്ടാതെ നീയെങ്ങാനും പറന്നുപോയാ ഞാനും എന്റെ 2 പെൺമക്കളും ഒറ്റയ്ക്കാവേ. പോ അച്ഛാ. തമാശക്ക് തല്ലിയതാ. തമാശ അച്ഛനെ പിന്നെ അടിച്ച് കളിച്ചു.